ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്സുമായിട്ടാണ്. നമ്മൾ നോർമൽ ഒനിയൻ പക്കോട ഇല്ലേ, സെയിം അത് തന്നെയാണ്. പക്ഷേ അതിനൊരു വെറൈറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാനതിൽ എഗ്ഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഉള്ളിൽ ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇനി ഒനിയൻ പക്കോട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് ഫസ്റ്റ് ഒരു 3 ഉള്ളി ചെറുതായി സ്ലൈസായിട്ട് അരിഞ്ഞത്, നല്ല തിന്നായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഇതിന് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, നന്നായി ചതച്ചെടുത്തിട്ട് അത് എല്ലാം ഓരോരോ ടീസ്പൂൺ വീതം മതി. പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. അപ്പം വേറൊരു നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് വെള്ളം തളിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പക്ഷെ വെള്ളം കൂടുതലായി പോകാൻ പാടില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ആ ഒരു കണക്കിലെടുത്താൽ മതി. അപ്പം നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ മാവ് ചേർക്കുമ്പോൾ പിന്നെ ലൂസായി പോകും. അപ്പം നമ്മൾക്കത് കറക്റ്റ് ഷേപ്പിലെടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 5 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ തന്നെ കുറച്ച് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റേ പറഞ്ഞത്, അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഒനിയൻ മിക്സ് ചെയ്ത പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊരു വലിയ ബൗളിലേക്ക് മാറ്റി. അപ്പം മാവ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചെറിയ പാത്രത്തിൽ പറ്റില്ലായിരുന്നു. ഇതിലേക്ക് 1 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദമാവും ചേർത്ത് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഗ്ഗ് കൂടെ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു. നമ്മളെപ്പോഴും ഒനിയൻ പക്കോട ഒനിയൻ മാത്രം ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒനിയൻ്റെ ഉള്ളിൽ ഞാൻ എഗ്ഗ് ഒരു ഫില്ലിങ്ങായി വെക്കുന്ന രീതിയിൽ ആണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓയിലും ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒനിയൻ മിക്സിൻ്റെ ഉള്ളിലേക്ക് ഈ എഗ്ഗ് വെച്ച് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ മാവെടുത്തിട്ട് കയ്യിൽ വെച്ചപ്പം നന്നായി ഒട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യുമ്പം കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് അത് ഷേപ്പാക്കി എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നന്നായിട്ട് ഒട്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം ആദ്യം തന്നെ ചെയ്യുമ്പം കയ്യിൽ കുറച്ച് ഓയിൽ 2 കയ്യിലും അപ്ലൈ ചെയ്തിട്ട് മാവ് കുറച്ച് മാവിട്ടിട്ട് അതിൻ്റെ മേലെ എഗ്ഗ് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നോക്കേണ്ടത് ഒരു ഓവർ ഫ്ലോയിൽ വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത്
ഇങ്ങനെ കൂടുതൽ ചൂടുണ്ടെങ്കിൽ മേൽഭാഗം മാത്രം ഫ്രൈ ആകും, ഉള്ളിൽ മാവ് വേവാണ്ട് കിടക്കും. അപ്പം നമ്മൾ വിചാരിക്കും അത് ഫ്രൈ ആയെന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ ഉള്ളിൽ മാവ് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായി മെല്ലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ഒനിയൻ പക്കോട റെഡിയായി കഴിഞ്ഞു. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അതിൽ എഗ്ഗ് കൂടെ ഫില്ല് ചെയ്തുകൊണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വേറൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.